2011 ഫെബ്രുവരി 1-നാണ് കേരളത്തെ ഞെട്ടിച്ച ബലാത്സംഗവും ക്രൂര കൊലപാതകവും നടന്നത്. സൗമ്യ വധക്കേസിന്റെ നാൾവഴികളിലേക്ക്. എറണാകുളത്ത് നിന്ന് ഷൊർണൂരിലേക്ക് പോയ ട്രെയിനിലെ വനിതാ കമ്പാർട്ട്മെന്റിൽ സൗമ്യ ആക്രമിക്കപ്പെട്ടു. ഫെബ്രുവരി 3-ന് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ തമിഴ്നാട് സ്വദേശി പിടിയിലായി. പിടിയിലായത് തമിഴ്നാട് സ്വദേശി ഗോവിന്ദച്ചാമിയാണെന്ന് സ്ഥിരീകരിച്ചു. ഗുരുതരമായി പരുക്കേറ്റ സൗമ്യ ഫെബ്രുവരി 6-ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ചു. ഫെബ്രുവരി 4-ന് അറസ്റ്റ് രേഖപ്പെടുത്തി. ജൂൺ 6-ന് തൃശൂരിലെ അതിവേഗ കോടതിയിൽ വിസ്താരം തുടങ്ങി. വിചാരണ നടപടികൾ 5 മാസം കൊണ്ട് പൂർത്തിയായി. ദൃക്സാക്ഷികളില്ലാതിരുന്ന കേസിൽ സാക്ഷിമൊഴികളുടെയും സാഹചര്യ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് വിചാരണ പൂർത്തിയാക്കിയത്. നവംബർ 11-ന് ഗോവിന്ദച്ചാമിയെ വധശിക്ഷയ്ക്ക് വിധിച്ചു. അപൂർവങ്ങളിൽ അപൂർവമായ കേസെന്ന് കോടതി കണ്ടെത്തി. പ്രതി മുൻപും ശിക്ഷിക്കപ്പെട്ടിരുന്നുവെന്നും കണ്ടെത്തി. 2013 ഡിസംബർ 17-ന് അതിവേഗ കോടതിയുടെ ഉത്തരവ് ഹൈക്കോടതി ശരിവച്ചു. 2014 ജൂൺ 9-ന്